തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പ് 16-ാം ദിനം. വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വന്നു കഴിയുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: എന്നിൽ ക്രിസ്തു ജനിക്കുമോ എന്ന്. ജനിക്കുമെന്നാണെങ്കിൽ വീണ്ടും നാം ചോദിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയെങ്കിൽ ഇക്കാലം അത്രയും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും ജനിച്ച ക്രിസ്തു എവിടെയാണ്? ഈ ക്രിസ്മസ് നാളുകളിൽ നാം ഓരോ ഭവനങ്ങളുടെയും മുൻപിൽ നക്ഷത്രങ്ങൾ കാണാറുണ്ട്. 1, 2, 8, 10 ഒന്നുമല്ല, 10,000-കണക്കിന് നക്ഷത്രങ്ങൾ. എന്നാൽ അന്ന് ക്രിസ്തു ജനിച്ച സമയത്ത്, ആ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്ന സമയത്ത് ഒരൊറ്റ നക്ഷത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവിടെ ക്രിസ്തു ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നക്ഷത്രങ്ങൾ ഇട്ടിട്ട് ഓരോ സന്ധ്യകളിലും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എൻ്റെയൊക്കെ ഭവനങ്ങളിൽ ക്രിസ്തു ഉണ്ടോ എന്ന്. അന്ന് ക്രിസ്തു ജനിച്ച സമയത്ത് ക്രിസ്തുവിനെ കാണുവാൻ ഭാഗ്യം ലഭിച്ചത്, ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ആദ്യം എത്തിയത് ഒന്നും അറിയാത്ത, ഒന്നുമില്ലാത്ത പാവപ്പെട്ട ആട്ടിടയന്മാരും വിജ്ഞാനികളായ രാജാക്കന്മാരുമായിരുന്നു. എന്നാൽ ഈ രണ്ടു കൂട്ടർക്കും സന്തോഷവും സമാധാനവും ലഭിച്ചത് ക്രിസ്തുവിനെ കണ്ടപ്പോഴാണ്. അന്തഃപുരത്തെ രാജ്ഞികളൊക്കെ മിശിഹായെ ഉദരത്തിൽ വഹിക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന ആ സമയത്ത് കേവലം ഒരു കൊച്ചു ബാലികയിൽ പിറന്ന ക്രിസ്തു, ആ ലോകരക്ഷകനായ ക്രിസ്തുവിനെ കണ്ടപ്പോഴാണ് വിജ്ഞാനികളായ രാജാക്കന്മാർക്കും പാവപ്പെട്ട ആട്ടിടയന്മാർക്കും ദൈവത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞത്, സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിഞ്ഞത്. നാം ഏതൊക്കെ അവസ്ഥയിലായിരുന്നാലും, ഏതൊക്കെ സാഹചര്യത്തിലായിരുന്നാലും, പണ്ഡിതനായാലും പാമരനായാലും ക്രിസ്തുവിനെ കാണുമ്പോഴാണ് സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുന്നതെന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് മാലാഖമാർ പാടിയത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത് അന്നും ഇന്നും എന്നും എപ്പോഴും ഉള്ളതാണ്, ഇനി ഉണ്ടായിരിക്കുകയും ചെയ്യും. എന്നാൽ സമാധാനം അത് ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രം ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ അവിടെ ക്രിസ്തു വന്ന് പിറക്കണം. ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളുടെ വാതിലുകൾ ക്രിസ്തുവിനായി തുറന്നിടാം. അവിടേക്ക് നമുക്ക് ക്രിസ്തുവിനെ ക്ഷണിക്കാം. ഈ ക്രിസ്മസ് നാളിൽ നമ്മുടെയും ഹൃദയങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും ഒക്കെ ക്രിസ്തു വന്ന് പിറക്കട്ടെ. അങ്ങനെ നമ്മുടെ ഓരോ രാവുകളും ക്രിസ്മസ് രാവുകളായി മാറട്ടെ. നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായി മാറട്ടെ. സ്തുതിയായിരിക്കട്ടെ.